നല്ല അന്തസ്സായിട്ട് ചോറുണ്ടു, അടിപൊളി മീൻകറി, ചിക്കൻ ഫ്രൈ, പുളിശ്ശേരി, തോരൻ, ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് തന്നെത്താൻ ഉണ്ടാക്കി തിന്നുമ്പോൾ ആ സ്വാദുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. മീൻ മുള്ളു പോലും ഞാൻ കാക്കിക്ക് കൊടുക്കത്തില്ല. അത് ഉണക്കി ഫ്രെയിം ചെയ്ത് ഞാൻ ഷോക്കേസിൽ സൂക്ഷിക്കും. അങ്ങനെ കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. ഇപ്പൊ കെട്ടിയാലുണ്ടായിരുന്നെങ്കിൽ അതെടുക്കടി, ഇതെടുക്കടി, മറ്റേതെടുക്കടി എന്ന് പറഞ്ഞിട്ട് എന്തോ ഭരണമാണെന്നറിയാവോ? അതുകൊണ്ടാ ഞാൻ കല്യാണം കഴിക്കാത്തത്. അല്ലെങ്കിൽ ഒരു പെണ്ണ് കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പം? ആർക്കും അത്ര നിർബന്ധം അല്ല ചില ആൾക്കാർക്ക് പിടിക്കത്തില്ല. പ്രത്യേകിച്ച് അപ്പുറത്ത് താമസിക്കുന്ന അപ്രതീക്ഷനെ പോലുള്ള ഒരു പേര്, എവിടെയില്ലാത്തൊരു പേരവന്റെ. അത് കേൾക്കുമ്പോഴേ അറിയാം അവന്റെ സ്വഭാവം. അല്ലെങ്കിൽ ഈ വീണ സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, തന്നെത്താനെ വെച്ച് കഴിക്കുന്നുണ്ട്, അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. ഈ വീണ ഒറ്റയ്ക്ക് മതി, ഈ PK വീണ ഒറ്റയ്ക്ക് മതി. ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം. നല്ല ഒന്നാന്തരം വാക്കത്തി അടുക്കള ഇരിപ്പുണ്ട്. എടുത്തോണ്ട് വന്ന ഒറ്റ കമ്പി വെട്ടി ഞാൻ അങ്ങ് മുറിക്കും. ഏതോ താളം ഏതോ രാഗം. അതെ, സംഗീതം പാർന്ന ആളോട് പോയി ചോദിക്കണം ഏത് താളമാന്ന് ഏത് രാഗമാന്ന്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്തുവാ? നിങ്ങൾക്കോ? അല്ല നമുക്ക് എന്തുവാ? നമ്മളോ? പിന്നെ എങ്ങനെ വിളിക്കുന്നത്? നമ്മളെന്നൊക്കെ ഉച്ചാരിക്കുന്നത് സൂക്ഷിച്ചും കണ്ടും വേണം കേട്ടല്ലോ. എന്താ നമ്മളെന്ന് പറയുമ്പോ നാക്കിന്ന് മൂക്കി കയറൂ? എടാ, നിന്റെ നാക്ക് ഞാൻ പിഴുതെടുത്ത് നിലത്ത് വെച്ച് അത് ഞാൻ പിച്ചാത്തി ഞാൻ രാഘു എന്നെ കൊണ്ട് ജയിക്കരുത്. ഇത് കണ്ടോ കണ്ടെങ്കിൽ എന്താടാ? ഇന്നലെ വാങ്ങിച്ച പുതിയതായത് ആണോ? ആരെയും കൊണ്ട് നിന്റെ അച്ഛനെ കൊണ്ട് കൊടുക്കും. നിന്റെ അച്ഛനോട് കൊടുക്കാനെന്ന് ഞങ്ങൾ ആ പാവം പിടിച്ച എന്റെ അച്ഛനെ എന്തെങ്കിലും പറയാൻ കേട്ടല്ലോ. അയ്യോ, പാവം പിടിച്ച അച്ഛനാ പോലും. ഇവർ അച്ഛനൊരു വൃത്തിയായിട്ട സ്വഭാവം ഉണ്ട്. എന്താണെന്നറിയാവോ? ഈ മൂക്കിലെ രോമം പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട് തുമ്മും. എന്റെ അച്ഛൻ സുഖിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് കുഴപ്പം എന്തുവാ? സുഖിച്ച് ജീവിക്കും. ഇങ്ങനെ അങ്ങ് നടക്കും അവര്. എന്തുവാ? വേറെ കാര്യമുണ്ട്. ഞാൻ പിണങ്ങിയൊക്കെ ജീവിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഈ പിണങ്ങിയൊക്കെ ജീവിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്താ പിണങ്ങി? ഈ രാത്രിയിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനേ ഉള്ളു വരാൻ. എന്താ പകല് സംഭവിക്കത്തില്ലേ? അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരത്തില്ലേ? രാത്രിയിലാവുമ്പോ ഞാൻ ഒറ്റയ്ക്ക് മതിയല്ലോ. ആ ശബ്ദം കേട്ടോ? എന്തുവാ? ഞാൻ നിന്റെ പുറം നെടുവിന് അടിച്ചതാ. എപ്പൊ പെരുത്തിരിക്കുവന്നു? എവിടെ അടിച്ചത്? ഇവിടെ. ഇവനെന്തോടെ ഇവന് വയ്യായോടെ ഇവന്? അതാരാ അവിടെ കിടന്ന് ഓടുന്നത്? അയ്യോ, അതോ ചിട്ടിക്കാരൻ ധനേഷ് ഇല്ലയോ? ധനേഷ് അവനാണ് സത്യം പറയാമല്ലോ ഈ പഞ്ചായത്തിൽ ഇതുപോലെ തങ്കക്കുടം പോലൊരു ചെറുക്കനില്ല. നല്ല സ്വഭാവം. ഞാൻ അവനോട് ഈ പൈസ ഇച്ചിരി ആവശ്യം ഉണ്ടെങ്കിൽ അവൻ പലിശക്കൊക്കെ തരും. അവനോടാ ചോദിക്കുന്നത്. അല്ലാതെ അപ്പുറത്താണ്ട് വന്നിട്ട് പോയില്ലയോ ഒരുത്ത വേന്ദ്രന്? അവന്റെ ഈ വായുടെ ഇവിടെ ആയിട്ടൊരു പാട് ഉണ്ടായിരുന്നു. അത് മീശല്ലത്. അത് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ വായിന്ന് വെള്ളം ഒലിച്ചോണ്ടായ പാടാണ്. അത് ജന്മനാവളമല്ല അവന്. ഇവനാ കണ്ടുപഠിക്കണം. അത് ധനേഷ് എങ്ങനാ ജീവിക്കുന്നതെന്ന് കണ്ടുപഠിക്കണം. തോന്നി കിടന്നോടുവാ അവന്. എന്തോടാ? പട്ടി ഓടിക്ക് വന്നേ. പട്ടി ചിട്ടിക്ക് ചേർന്നോ? ചിട്ടിക്ക് ചേർന്നായിരുന്നു. ഞാൻ സരസമ്മ ചേച്ചിയുടെ വീട്ടിൽ ചിട്ടി പൈസ വാങ്ങിക്കാൻ വേണ്ടി ചെന്നതാ. ആ പട്ടി എന്നെ കടിക്കാൻ ഓടിച്ചെന്ന്. ഭാഗ്യോ പട്ടി കടിക്കാഞ്ഞത്. ജസ്റ്റ് മിസ്. എന്നിട്ട് ആ പട്ടിയുടെ മുഖത്ത് അണ്ടർവെയർ വാങ്ങിച്ചിട്ടുണ്ട്. ഗതികേട് വന്നേനെ. മനസ്സിലായില്ല. എന്റെ ചന്തി അതിന്റെ വായിലിരുന്നേനെ. അതുകൊണ്ട് ഈ പട്ടി കടിച്ചു നമ്മുടെ ഈ പൊക്കിളിന് ചുറ്റും ഇങ്ങനെ കുത്തിവെക്കണം. കുത്തിവെക്കണം. പക്ഷെ ഞങ്ങളുടെ അപ്പൂപ്പനെ ഇതുപോലെ പട്ടി അടിച്ച് ഈ ആശുപത്രി കൊണ്ടുപോയപ്പോഴേ പൊക്കിളിന് ചുറ്റും കുത്താൻ പറ്റിയില്ല. അത് ഈ പ്രായമുള്ളവരല്ലയോ, അപ്പൊ അത് ഇച്ചിരി പാടാ. അത് അതുകൊണ്ടല്ല, അപ്പൂപ്പന്റെ പുക്കിളും കടിച്ചു പറിച്ചോണ്ടാ പട്ടി പോയത്. പിന്നെ എന്തോ ചുറ്റോട്ട് കുത്തും. അയ്യോ, ഈ പുക്കിളൊക്കെ പട്ടി കടിക്കും. പിന്നെ ഉടുപ്പിടാതെ പട്ടിയുടെ മുമ്പ് ചെന്ന് അതിനെ കളിപ്പിച്ചതാ. പയറെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേ പട്ടി ഓർത്ത് പുതിയ പഗ്ഗായിരിക്കും അതിന് കളിച്ചതായിരുന്നു തമ്മില്. പട്ടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു കുഴപ്പമില്ല. വെള്ളം കുടിക്കുമ്പോ ഇവിടെ ഒന്ന് പൊത്തി പിടിക്കണം. ചെറുതായിട്ടൊരു ലീക്ക് ഉണ്ട്, അത്രയും. ഞാൻ തിരക്കെന്ന് പറയണം. കൊറേ നാളായി കണ്ടിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ചിട്ടി പൈസ ഇങ്ങോട്ട് തന്നാട്ടെ. അല്ലേലും ഞാനേ നിന്നെ ഞാന് നോക്കിയിരിക്കുവായിരുന്നു ധനേഷേ. നോക്കിയിരിക്കാനായിട്ട് ഞാനല്ലല്ലോ, ഗാന്ധിജി ഇല്ലയോ? എടാ അതല്ലെന്ന്, നിനക്ക് പൈസ തരാനെ കൊണ്ട് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. അതിക്കത്. എടാ പിന്നെ ഈ 2025 ഡിസംബർ 31 നീ എനിക്ക് കുറച്ച് പൈസ തരണം. എനിക്കൊരു ആവശ്യമുണ്ട്. അതുകൊണ്ടാ. എനിക്കറിയാം ആവശ്യം എന്തുവാന്ന്. അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കറിയാലോ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം. അത് എന്നാലും നിനക്ക് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഡിസംബർ 31 പൈസ വേണമെന്നല്ലേ പറഞ്ഞത്? 2026 കളർ വാങ്ങിക്കാനില്ലേ? എനിക്കറിയാം. 50,000 രൂപ കൊണ്ട് കലണ്ടർ മേടിക്കാൻ. പിന്നെന്തിനാ?
എടാ എന്റെ അപ്പച്ചിയുടെ മോടെ കല്യാണം, അപ്പൊ എനിക്ക് കല്യാണം. കൊച്ചിന്റെ കല്യാണമൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ലപോലെ സഹായിക്കണം. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാകുമ്പോഴേ സഹായിക്കണം നമ്മൾ. അയ്യ അതൊന്നും അല്ല, എനിക്ക് കൊടുത്തൊരുങ്ങിപ്പോ നല്ല സാരിയും നല്ല മാലയും വളയൊക്കെ മേടിച്ച. അത് ശരി, അതിനാണ് ഈ ഒരു വർഷം കൊണ്ട് എന്റെ കൂടെ ചിട്ടി ചേർന്നത്. എടാ എനിക്ക് ആരെ നോക്കണ്ടല്ലടാ. പിന്നെ ഞാൻ അടുത്ത വർഷം മുതല് ഒരു ചിട്ടി തുടങ്ങുന്നുണ്ട്, ചേരുന്നു നീ കൂടെ? എന്താ ചിട്ടിയാ? അത് വിളിച്ചിട്ടിയാ, ലേലം. ലേലച്ചിട്ടിയോ? ലേലച്ചിട്ടി. അതായത് ഞാനൊരു 100 പേരെ ചേർക്കും, 1000 രൂപ വെച്ച് 1,00,000 രൂപ. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ വിളിക്കണം. ആരെ? ദൈവത്തെ ലേലം വിളിക്കണമെന്ന്. ലേലം? അല്ല, 100 പേരെന്ന് പറയുമ്പോ 100 പേരെന്ന് പറയുമ്പോ അതിനകത്ത് 1,00,000 രൂപ വരും. അപ്പൊ 10,000 രൂപ പിടിക്കും, ബാക്കിയേ നിങ്ങൾക്ക് തരത്തുള്ളൂ. 1,00,000 10,000 എത്ര ഉണ്ട്? എത്ര ഉണ്ട് പറ. 1,00,000 10,000 എത്ര ഉണ്ട്? അത് കിട്ടും നിങ്ങക്ക്, പറ. 0. 0 0. 0 1,00,000 10,000 എത്ര ഉണ്ടെന്ന് അറിയത്തില്ലേ? ചുമ്മാ അങ്ങ് ചേർന്നേക്കോ ചിട്ടിക്കില്ലേ? ഇവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. അല്ല വേണമെങ്കിൽ ഞാൻ ചേരാലോ. വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇത് പഠിപ്പിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നമ്മൾ 100 പേര് 100 പേര് 1000 രൂപ വെച്ച് 1,00,000 രൂപ ആയോ? 100 പേര് വെച്ച് 1000 രൂപ 1,00,000 രൂപ. ഇത് പൂജ്യം പെട്ട് കളിക്കാൻ ഇട്ടേക്കുന്ന പൂജ്യമല്ലേ, വിലയുള്ളതാണ്. അതിനകത്ത് നിന്ന് 10,000 രൂപ ഞാൻ പിടിക്കും. അതെന്തിനാ? അത് എനിക്കെന്തെങ്കിലും വേണ്ടേ? ഇപ്പഴാ മനസ്സിലായി. ബാക്കി എത്ര ഉണ്ട്? ആലോചിച്ച് പറഞ്ഞാൽ മതി, പെട്ടെന്ന് പറയാൻ പറ്റില്ല. നീ നല്ല ബുദ്ധിയുള്ള വേണല്ലേ, നീ പെട്ടെന്ന് പറയാം, എനിക്കറിയാം. പറ. 190. അല്ലടാ അതല്ലല്ലോ. എന്റെ പൊന്ന് വീണേ, 1,00,000 100 പേര് 1000 രൂപ വെച്ച 1,00,000 ആണോ? അത് പറഞ്ഞല്ലോ. ആന്നു. 10,000 രൂപ ഞാൻ പിടിക്കും, ബാക്കി എത്ര ഉണ്ട്? നീ ആ പിടിക്കുന്നതില്ല എനിക്ക് കുഴപ്പം വരുന്നു. ഞാൻ പിടിച്ചില്ല. അതല്ല, 10,000 രൂപ. അതോ? അത് ഞാൻ എനിക്ക് വേണ്ടതല്ലേ അത്. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടത്. ഇത് കണ്ടോ, ഇത് 90. അത് 90. 4 പൂജ്യം പ്ലസ് ഞാൻ പിടിക്കുന്ന 10,000. ഇനി ഒന്ന് വായിച്ചത്. എനിക്ക് വയ്യടാ. എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങ് ടെൻഷൻ വരുമോ നീ? എന്റെ പൊന്ന് വീണേ, നീ പഠിക്കാനൊക്കെ മിടിക്കാന്നല്ലോ നാട്ടുകാർ പറയുന്നത്. പിന്നെ 1,00,000 ഇങ്ങനെ നമ്മൾ 1,00,000 വരയ്ക്കത്തില്ലേ? 10,000 പിടിക്കുന്നു, അത്രേ ഉള്ളൂ. അതൊന്ന് നോക്കിക്കൊന്നു. നീ പേരെങ്ങനെ നോക്കൂ. എനിക്ക് കൂടെ കിടക്കാൻ പറ്റത്തില്ല. 1 10 അല്ലയോടാ? 1 ഓ എന്റെ ഭാഗ്യം കണ്ടോ. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ 1,00,000 രൂപ എടുത്തു. ഞാൻ അങ്ങ് തന്നേക്ക, നീ എടുത്തു. കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെങ്കിലും ഉണ്ടാക്കാടാ. ഇതിലും പാടില്ല അതിന്. നീ എടുത്തോടാ.